രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ താൽപ്പര്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല കരിയർ ഓപ്ഷനാണ് സിവിൽ സർവീസ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS, ഇന്ത്യൻ പോലീസ് സർവീസ് അഥവാ IPS, ഇന്ത്യൻ ഫോറിൻ സർവീസ് അഥവാ IFS, ഇന്ത്യൻ റവന്യൂ സർവീസ് അഥവാ IRS തുടങ്ങിയവ അടക്കം 24 സർവീസുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടുപിടിക്കുന്നതിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് വർഷം തോറും സിവിൽ സർവീസ് പരീക്ഷ നടത്തിവരുന്നത്. പൊതുഭരണം, നിയമപരിപാലനം, റെയിൽവേ, സർക്കാരിൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ, കസ്റ്റംസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് സിവിൽ സർവീസ് ഒരുക്കുന്നത്. ഏതൊരു വിദ്യാർത്ഥിയും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ വർഷവും ഏകദേശം 3-4 ലക്ഷം പേർ ഈ പരീക്ഷയ്ക്കായി അപേക്ഷിക്കുന്നു എന്നതാണ്. ഇവരിൽ ഏകദേശം 1000 പേർക്ക് മാത്രമേ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ. മുമ്പ് പ്രൊഫഷണൽ ബിരുദധാരികൾ ഈ രംഗത്തേക്ക് കടന്നുവരാൻ വൈമുഖ്യം കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വിജയികളിൽ വലിയൊരു പങ്കും ഇവരാണ്. ഉദ്യോഗാർത്ഥികൾ നേരിടേണ്ടി വരുന്ന കടുത്ത മത്സരത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അതേസമയം ആത്മസമർപ്പണവും ചിട്ടയായ പഠനവുമുണ്ടെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ പോലും മറികടന്ന് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ലക്ഷ്യം കൈവരിക്കാനാകും. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുള്ള 21 വയസ്സു തികഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ജനറൽ വിഭാഗത്തിന് 32 വയസ്സുവരെയും OBC വിഭാഗത്തിന് 35 വയസ്സുവരെയും SC/ST വിഭാഗക്കാർക്ക് 37 വയസ്സുവരെയും അപേക്ഷിക്കാം. ശാരീരിക പരിമിതികൾ ഉള്ളവർക്ക് 42 വയസ്സുവരെയും പരീക്ഷ എഴുതാം. ജനറൽ വിഭാഗത്തിന് 6 തവണയും OBC വിഭാഗത്തിന് 9 തവണയും SC/ST വിഭാഗക്കാർക്ക് അനുവദിച്ച പ്രായപരിധിക്കുള്ളിൽ എത്ര തവണ വേണമെങ്കിലും പരീക്ഷ എഴുതാം. ബിരുദത്തിന് നിശ്ചിതമായ മിനിമം മാർക്ക് നിബന്ധനയില്ല. പാസ്സായാൽ മാത്രം മതി. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. സാങ്കേതിക ബിരുദത്തിന് തുല്യമായ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം.